മറ്റാരെയും കാണുന്നില്ലല്ലോ. കസേരയിലെല്ലാം ശൂന്യമാണല്ലോ. ഇനി നമുക്ക് മുമ്പേ അവർ അകത്തു പോയി കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും പ്രായശ്ചിത്തവും മൂലം നാം നേടിയെടുത്തതാണ് ഈ സുദിനം. അതിനാൽ തന്നെ ഒരിക്കലും നമുക്ക് കൈവിട്ടു പോവില്ല ഈ അസുലഭ മുഹൂർത്തം. എങ്കിലും മറ്റ് 5 പേരെ കൂടി കാണുവാനുണ്ടല്ലോ. ഇനി അവർ വരാതിരിക്കുമോ എന്തോ എനിക്കാകെ ഭയം തോന്നുന്നു. ഒരിക്കലും ഭയക്കേണ്ടതില്ല പ്രിയരെ, നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നാം കൃത്യസമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ധൈര്യമായിരിക്കുമേ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം പറ്റി നിരാശരായി നമുക്ക് മടങ്ങേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കുവാനായി പ്രിയൻ വരും വരെ നമുക്ക് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. അയ്യോ, ഞാൻ കേട്ടില്ലടി. ആട്ടെ, നീ എന്താ താമസിച്ചത്? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇതെന്തുകൂട്ടാ ഇത്? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നേനെ. അറിയില്ലല്ലോ. അവർ വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ അണിഞ്ഞു വന്നിരിക്കുന്നത്. അല്ലടി, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്ന മറ്റു 2 പേരെ ഇനിയും കണ്ടില്ലല്ലോ. പിന്നെ എന്തായാലും നിന്റെ ഹസ്ബൻഡിന്റെ ജോലിക്കാര്യം വല്ലതും ശരിയായോ? ഓ, ഒന്നും ആയില്ലെന്നേ. അങ്ങേർക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. ഏത് നേരവും ഒരു ഫോൺ എടുത്ത് വെച്ച് ഫേസ്ബുക്കും വാട്സപ്പും ചാറ്റിങ്ങും ഡൗൺലോഡിങ്ങും തന്നെ പണി. സത്യം പറഞ്ഞാൽ അതിയാ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ താമസിച്ചത് തന്നെ. അല്ലേ, ഈ ആണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? നീ എന്താണ് ഇത്രയും താമസിച്ചത്? ലോങ് ഡേയും കഴിഞ്ഞ് ഓടി പിടിച്ചുള്ള വരവാടി. നഴ്സിംഗ് ഹോമിലെ ജോലിയെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയേണ്ടതില്ലല്ലോ. നടു ഒടിയുന്ന പണി തന്നെ. വീട്ടിൽ വന്നാലോ വല്ല സ്വസ്ഥതയും കിട്ടുമോ? കുട്ടികളുടെ കാര്യവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പരുവമാകും. പിന്നെന്താ, എല്ലാം അങ്ങ് സഹിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാനും. നാട്ടുകാരും വീട്ടുകാരും നോക്കുമ്പോൾ എന്താ, അവളങ്ങ് അമേരിക്കയിൽ കിടന്ന് ഡോളർ അങ്ങ് വാരുകയല്ലേ. ഓ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവരും അറിയുന്നുണ്ടോ? അതിരിക്കട്ടെ, ഷീല ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ബൈ ദ വേ, ആക്ച്വലി നീ എന്താടി ഇത്രയും വൈകിയത്? ഓഹോ, മലയാളമാണ്. എൻ്റെ അമ്മയെ സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷനൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് മടുത്തു. ഇതൊന്നും ആരോടും പറയത്തില്ലല്ലോ. പിന്നെ ഞാൻ താമസിച്ചതേ പിയേഴ്സിന് 40% ഓഫർ. കുറെ നല്ല ഡ്രസ്സുകൾ വാങ്ങണമായിരുന്നു. ഈ കൊല്ലത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വാർഡ്രോബ് നിറയെ പുതിയ ഡ്രസ്സുകൾ വാങ്ങി നിറയ്ക്കുക എന്നതാണ്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ മാക്ഡൊണാൾഡ്സിൽ കയറി ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുള്ളിക്കാരൻ എന്നെ ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. എനിക്കാണെങ്കിൽ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ ഒരു റിലാക്സേഷനും ഇല്ല. നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. നോക്കി, ഇതെങ്ങനെയുണ്ട്? സഹോദരിമാരെ, നമുക്ക് കുറച്ച് സമയം വേദപുസ്തകം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികളിൽ പൊളിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കും. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. വല്ലാത്ത ക്ഷീണം.
എനിക്ക് ഉറക്കമായിരുന്നു. ഓ, എനിക്ക്. എങ്കിൽ നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ? ആ, മണവാളൻ വരുമ്പോൾ എഴുന്നേക്കാം. മണവാളൻ വരുമ്പോൾ ഞങ്ങളെ കൂടി ഉണർത്തണേ. യജമാനൻ വരുന്നുവെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് തിരി കത്തിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്കൂ, യജമാനൻ വരുന്നു. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുമെന്ന്. വാ വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, വിളക്ക് തീപ്പെട്ടിയുണ്ട്, എണ്ണ എടുത്തില്ല. ഞാനും മറന്നു, വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അതെ, ഞങ്ങൾക്ക് കൂടി കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എടുക്കുവാൻ മറന്നുപോയി. അതെ, അത് കന്യകമാരെ, ഞങ്ങളോട് തെല്ലോ പരിക്കുമോ തോന്നരുതേ. ഇതിൽ നിന്ന് കുറച്ചെണ്ണ നിങ്ങൾ കൂടി തന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾക്കും അത് തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കണ്ടെന്ന്. നല്ല ഒന്നാം തരം വെളിച്ചെണ്ണ കടയിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ ആർക്ക് വേണം ഇവരുടെ എണ്ണ? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുക. നിങ്ങളെല്ലാവരും എന്റെ വരവനായി വെള്ളത്തിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവളുമാരകത്ത് കയറി കഥ കടച്ചു എന്ന് തോന്നുന്നു. അതോ ഇനി നമ്മളെ പേടിച്ച് മുങ്ങിയതാണോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നുവെന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു. കഥക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിൽക്കൽ തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലിലും സെൻട്രലിലും പല കമ്മിറ്റികളിൽ നിരവധി തവണ പ്രവർത്തിക്കുകയും സ്മ്യൂളിൽ സ്ഥിരമായി പാടുകയും ചെയ്യാറുള്ള ശോശാമയെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നോ? നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം. കഥ തുറക്കൂ. ഹലോ, കഥ തുറക്കാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിക്കേടി. ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഇവിടെ വന്നപ്പോ തുറക്കില്ലെന്നോ? ഹലോ, തുറക്കുന്നോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ആർ യു ഗോയിങ് ടു ഓപ്പൺ ദി ഡോർ ഓർ നോട്ട്? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ലെന്നോ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നീ എന്താണ് ഈ പേടിച്ചു പോയോ? പിന്നെ ഇതിനേക്കാൾ വലിയ അലറിൽ എന്ന് വീട്ടിൽ കേട്ടിട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? വീട്ടിലെങ്ങാനും പോയാൽ ഒന്ന് കിടന്നുറങ്ങുകയെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കുറിച്ചൊഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുക. ജാഗരൂകരായിരിക്കും. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ്
ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. അയ്യോ, എനിക്കത് പേടിയാകുന്നു. വരുവിൻ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെ ചേർക്കണമേ. അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്നും മാറ്റണമേ. ദൈവമേ, ദൂർത്തും ആർഭാടവും ജനീക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അവകാശികളാക്കണമേ. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുകയും നമുക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ